പൈൽസ് അഥവാ ഹെമറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലെ രക്തക്കുഴലുകൾ വീർത്ത് പതിയെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയാണ്. ഒന്നോ അതിലധികം തടിപ്പുകളായി ഇവ കാണപ്പെടാം. ചിലർക്ക് അതുമൂലം മലദ്വാരത്തിന് പുറമെ നീർക്കെട്ട് വന്ന് അവിടെ രക്തക്കുഴൽ തടിച്ചു വരുന്ന അവസ്ഥയാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഫിഷറിലേക്ക് വരുമ്പോൾ മുകളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ വേദനയോട് കൂടിയാണ് സാധാരണ രീതിയിൽ ഫിഷർ വരാറുള്ളത്. മലബന്ധം സ്ഥിരമായി ആളുകളിൽ നല്ല രീതിയിൽ ബലപ്പെട്ട് മോശം പോകുമ്പോൾ മലദ്വാരത്തിലുള്ള മസിലുകൾ വിണ്ടുകീറുന്ന അവസ്ഥയാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലം പോകുമ്പോൾ ഈ മസിൽസ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ മുറിവുകൾ വലിയുകയും ആ രീതിയിൽ നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും അല്പം വ്യത്യസ്തനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. നമ്മുടെ മലാശയത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഈ ഇൻഫെക്ഷൻ പുറത്തേക്ക് ഒരു അബ്നോർമൽ ട്രാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പഴുപ്പ് പുറത്തേക്ക് പോകുന്നു. ചിലപ്പോഴൊക്കെ മലം ഈ ട്രാക്റ്റിലേക്ക് കയറിയിട്ട് അതിലൂടെ കയറി വരാനുള്ളൊരു സാധ്യത കൂടി ഇതിനുണ്ട്. അതുപോലെ മലം ഈ ട്രാക്കിലോട്ട് കയറിയാൽ അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് വരെ രോഗിക്ക് ചെറിയ അസ്വസ്ഥയും വേദനയെല്ലാം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നതിന് ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും ഈ ഫിസ്റ്റുല കാരണമാവാറുണ്ട്. ഇതുകൂടാതെ പൈലോനിയഡൽ ആബ്സസ് അല്ലെങ്കിൽ സൈനസസ് എന്ന ഒരു അവസ്ഥ കൂടി ഈ മലാശയത്തിന് ചുറ്റുമായിട്ട് കാണാറുണ്ട്. ഇതിൽ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബട്ടക്സിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ വീഴുന്ന ഒരു അവസ്ഥയാണ് ഈ പൈലോനിയഡൽ സൈനസസ് എന്ന് പറയുന്നത്. Velit Homeopathy on a mission to cure.